പരാജയം ജീവിതത്തിൻ്റെ ഭാഗം. 71 സങ്കീർത്തനം 1 മുതൽ 24 വരെ. ധ്യാനത്തിനായിട്ട് 20 വാക്യം. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. തെറ്റുകൾ വരുത്താൻ ധൈര്യപ്പെടുക എന്ന തലക്കെട്ടിൽ ബർത്ത്ഡേ എന്ന ലേഖകൻ ഗൈഡ് പോസ്റ്റിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. തെറ്റുകൾ വരുത്താൻ ധൈര്യപ്പെടണമെന്ന ഈ പ്രസ്താവനയിൽ നമുക്ക് വിസ്മയം തോന്നാം. പക്ഷേ മനുഷ്യ ജീവിതത്തിൻ്റെ വിജയത്തിന് നിദാനമായ ഒരു വലിയ തത്വശാസ്ത്രം അതിലടങ്ങിയിട്ടുണ്ട്. ജീവിതത്തിൽ വന്നുപോകുന്ന പിഴകൾ അഥവാ പരാജയങ്ങൾ ജീവിതത്തിൻ്റെ സ്വീകാര്യമായ ഭാഗമാണെന്ന് മാത്രമല്ല, ജീവിതത്തിൻ്റെ സമ്പൂർണ്ണതയ്ക്ക് അവ അപരിത്യാജ്യവുമാണ്. നമ്മുടെ പിഴകളെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ മാത്രമേ ജീവിതത്തിൽ അത്യന്തിക വിജയവും പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമുള്ള കാര്യങ്ങളിൽ വൈഭവവും നേടുവാൻ കഴിയൂ. തെറ്റുകളിൽ നിന്നാണ് ശരിയുടെ പാഠങ്ങൾ പഠിക്കുന്നത്. തെറ്റ് പറ്റിയേക്കുമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ പരിഹസിക്കുമെന്നോ ഉള്ള ശങ്ക പലരെയും ഭീരുക്കളാക്കി തീർക്കാറുണ്ട്. ഇത്തരം ഉത്കണ്ഠ പല സംരംഭങ്ങളിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്നു. എന്നാൽ നാം ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ശരി, നമ്മേക്കാൾ പ്രാപ്തിയോ വൈദഗ്ധ്യമോ ഉള്ളവർ അതത് രംഗത്ത് കണ്ടേക്കാമെന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പുതിയ സംരംഭത്തിൽ ഏർപ്പെടാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. സമ്പൂർണവും ഫലപ്രദവുമായ ജീവിതത്തിന് വേണ്ടിയുള്ള യത്നം മത്സരമായ ഒന്നല്ലെന്നാണ് ബർത്ത്ഡേയുടെ അഭിപ്രായം. അത് സംതൃപ്തിയും സന്തോഷത്തിനു വേണ്ടിയുള്ള ഒരു വ്യക്തിയുടെ അന്വേഷണം മാത്രമാണ്. ചിലർ വിശ്രമവേളകളിൽ പെയിൻറ്റിങ്ങിൽ ഏർപ്പെടാറുണ്ട്. ഏതെങ്കിലും പ്രദർശന മത്സരത്തിനയച്ച് സമ്മാനം വാങ്ങുവാനല്ല അത്. പിന്നെയോ തങ്ങളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന കലാപരമായ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. അതിലൂടെ മറ്റൊന്നും കൊണ്ടും സിദ്ധിക്കാത്ത ഒരു ആനന്ദം അവർക്കുണ്ടാകുന്നു. ജീവിത വിജയത്തിനാവശ്യമായ മത്സരാത്മകമായ പ്രവർത്തനം അല്ല അത്. റോക്ക്ഫെല്ലർ എന്ന കോടീശ്വരനെ പറ്റി അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നത്, ഏതെങ്കിലും ഒരു കാര്യം അപ്രകാരം സംഭവിച്ചാലോ എന്നോർത്ത് ദുഃഖിക്കുന്നതായി ഒരിക്കൽ പോലും താൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ലെന്നത്രേ. റോക്ക്ഫെല്ലറിനെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചു എന്നത് ഒരു പ്രശ്നമായിരുന്നില്ല. കേടുവന്നത് എങ്ങനെ നന്നാക്കും, എങ്ങനെ വീണ്ടും നിർമ്മിക്കും, പ്രത്യക്ഷത്തിൽ പരാജയമെന്ന് തോന്നുന്ന ഒന്നിനെ എങ്ങനെ വിജയമാക്കി തീർക്കും, ഇവയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലം മുഴുവനുമുള്ള തീവ്രമായ ചിന്ത. നമ്മുടെ ജീവിതത്തിൽ പല മനോരഥങ്ങളും തകർന്നടിഞ്ഞ് പോയെന്ന് വന്നിരിക്കാം. വിദ്യാർത്ഥികൾ അപ്രതീക്ഷിതമായി തോറ്റുപോയിരിക്കാം. എന്നാൽ നമ്മുടെ തോൽവികളുടെയും വിജയങ്ങളുടെയും ഉത്തരവാദിത്വം സ്വീകരിക്കുവാൻ നാം തയ്യാറാവുകയാണ് ജീവിത വിജയത്തിനുള്ള മാർഗമെന്ന് മറക്കരുത്. എമേഴ്സൺ പറയുന്നത് ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ചെയ്തു. ചില വിഡ്ഢിത്തങ്ങളും പ്രമാദങ്ങളും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കടന്നുകൂടിയിരിക്കാം. 100% നിങ്ങളുടെ പ്രവർത്തനം വിജയവും അല്ലായിരിക്കാം. കഴിയുന്നത്ര വേഗം അവയെ മറക്കുക. നാളത്തെ ദിവസം ഒരു പുതിയ ദിവസമാകുന്നു. അതിനായി പെട്ടെന്ന് ശ്രമം ആരംഭിക്കുക. ഓർക്കണമേ, എപ്പോഴും പരാജയപ്പെടുമെന്ന് ഭയപ്പെടുന്നവൻ തോൽപ്പിക്കപ്പെടും. ഫിലിപ്പിയ ലേഖനം 4:19. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസ്.